വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 2-ന് ചിത്തിനി എന്നൊരു ഹൊറർ ഫിലിം റിലീസിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി പോലുള്ള അന്യഭാഷകളിലും റിലീസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറുകൾ ഇതിനകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലർ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. അതുപോലെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് KV അനിലാണ്. അതുപോലെ തിരക്കഥ സംഭാഷണമൊക്കെ KV അനിലും ഈസ്റ്റ് കോസ്റ്റ് വിജയനും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ എഡിറ്റിംഗ് ജോൺ കുട്ടിയാണ്. ഛായാഗ്രാഹകൻ രതീഷ് റാം, VFX നിതിൻ റാം നെടുവത്തൂരുമാണ്. അതുപോലെ ഈ സിനിമയുടെ ആക്ഷൻ ഡയറക്ടർ രാജശേഖറാണ്. അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, തെലുങ്ക് നടിയും ബംഗാളിയുമായ മോക്ഷ, ആരതി നായർ തുടങ്ങിയവർ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. അവരെ കൂടാതെ ജോണി ആൻ്റണി, സുധീഷ്, കുട്ടിക്കൽ ജയചന്ദ്രൻ, മണികണ്ഠൻ R ആചാരി, ജോയ് മാത്യു പോലുള്ള വൻ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നട്ടെല്ലിനെ ഇളക്കും വിധമുള്ള ഹൊറർ അനുഭവമാണ് ഈ സിനിമയിലുള്ളതെന്നാണ് ഡയറക്ടറും പ്രൊഡ്യൂസറുമായ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്ക് ആ ടീസറുകളൊന്ന് കാണാം. അപ്പോൾ ട്രെയിലർ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾ കാണുന്ന സമയത്ത് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം വന്ന ടീസർ നമുക്ക് ആദ്യം കാണാം. നാളെയല്ലേ തന്റെ പുതിയ CI വരുന്നത്? അതെ, ഞാൻ നാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്താണോ ചേട്ടൻ പേര്? എന്തോ ഒരു അലൻ ആന്റണി. ഒരുപാട് തീപ്പൊരിയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ടെന്നും പറഞ്ഞേക്കെ. അവന് താമസിക്കാനുള്ള വീടിന്റെ ചാവിയാ. ബംഗ്ലാവിന്റെ ചാവിയോ? ബംഗ്ലാവിന്റെ ചാവി തന്നെ. അത് വേണോ? മറ്റേതെങ്കിലും വീടിന്റെ? തൽക്കാലം അവൻ അവിടെ താമസിച്ചാൽ മതി. ശരി. അപ്പോൾ ഇതിൽ അമിത് ചക്കാലക്കലിൻ്റെ പേര് അലൻ ആൻ്റണിയാണ്. അപ്പോൾ അലൻ ആൻ്റണി CI ആണ്. അപ്പോൾ അദ്ദേഹം ചിത്തിനിയുള്ള സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ CIനെ വല്ലാതെ ഷൈൻ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് സുധീഷിനോട്. അതുപോലെ അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് ബംഗ്ലാവിൻ്റെ താക്കോല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആ ബംഗ്ലാവിൻ്റെ താക്കോല് തന്നെ വേണോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാകും ചിത്തിനി അവിടെയാണ് ഉള്ളത്. എനിക്ക് അറിയേണ്ടത് ചിത്തിനിയെ കുറിച്ചാണ്. ചിത്തിനി ആരാണ്? ചിത്തിനിക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ചിത്തിനി ഈ സിനിമയിൽ കാര്യമായിട്ട് തന്നെ നമ്മളെ പേടിപ്പിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് ആദ്യത്തെ ടീസറിൽ മനസ്സിലാവുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് വന്ന ടീസർ ഒന്ന് കാണാം. ഒരു കിഡിലൻ ഹൊറർ സ്റ്റോറിയാ. അടുത്ത സീസണിലെ ഫസ്റ്റ് എപ്പിസോഡായി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരാഴ്ചത്തേക്ക് ഒരു ട്രിപ്പ് പോവേണ്ടി വരും, ഒരു വനത്തിലേക്ക്. അത് കലക്കി. അപ്പോൾ വിനയ് ഫോർട്ടും ആരതി നായറും കൂടി ഒരു എപ്പിസോഡ്, ഹൊറർ എപ്പിസോഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിത്തിനിയുടെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് ട്രെയിലറിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. എന്താണോ ചേട്ടൻ പേര്? എന്തോ ഒരു അലൻ ആന്റണി. അപ്പോ സ്ഥലപ്പേര് മറക്കണ്ട, നൂൽപ്പുഴ, പാതിരിവനം. അപ്പോൾ ആരതി നായരുടെ ക്യാരക്ടർ പറയുന്നത് കേട്ടില്ലേ? നൂൽപ്പുഴ, പാതിരിവനം. പേടിപ്പിക്കാൻ പറ്റിയ സ്ഥലപ്പേരുകൾ തന്നെ. ഈ വനം, ഇവിടുത്തെ ആചാരങ്ങൾ, കരിവേടകം പുഴ, ആദിവാസികളെ ഉപയോഗിച്ച് നടത്തിയ നരബലി, എല്ലാത്തിനും ഉപരിയായി ചിത്തിനി എന്ന് പറയുന്ന ഗർഭിണി പ്രേതം. ചിത്തിനി, ഇന്നലെ ആ പേരാരോ പറഞ്ഞു കേട്ടല്ലോ. വലിയൊരു ബംഗ്ലാവ്, ചുറ്റിനും വനം. അപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഹൊറർ സിനിമകൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊന്നും വെച്ച് എടുക്കാൻ പറ്റില്ലല്ലോ. കാട്ടിൻ്റെ ഉള്ളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വന്ന് കയറിയതെ കണ്ടതൊരു പടുമരണം. തൂങ്ങിയതല്ല, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്.
ഇന്ന് സന്ധ്യക്ക് അപ്പോൾ സിനിമയിൽ പ്രേതത്തിൻ്റെ കാര്യം മാത്രമല്ല ഉള്ളത്, കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സാർ, ഈ ഗോസ്റ്റ് ഡിറ്റക്ടർ പോലെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം എനിക്ക് കണ്ടെത്താൻ കഴിയും. ഇനി അഥവാ ഏതെങ്കിലും യക്ഷിയോ പ്രേതോ ഇറങ്ങി വന്നാൽ തന്നെ അത് ശരി. അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ ഗോസ്റ്റ് ഡിറ്റക്ടർ പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രേതത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് ഇതിൽ ഇറങ്ങുന്നുണ്ട്. ഇനി അദ്ദേഹം അത് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. ആവാഹിച്ച് പിടിച്ച് എൻ്റെ ഭാര്യ ഏതെങ്കിലും മരത്തിൽ ആണി അടിച്ച് തറച്ചോളൂ. സാർ, ഇത് തീക്കളിയാണ്. വെറുതെ മറ്റുള്ളവരെ കൂടി കൊലക്കി കൊടുക്കരുത്. ഇന്ന് രാത്രി ഇലഞ്ഞിക്കാവിലേക്ക് നമ്മൾ പോകും, പോയിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ നല്ല ആക്ഷൻ രംഗങ്ങളും ഉണ്ടെന്നാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അപ്പോൾ ആക്ഷൻ ഡയറക്ടർ രാജശേഖറിൻ്റെ നേതൃത്വത്തിൽ നമുക്കിതിൽ എത്രത്തോളം ആക്ഷൻ ഉണ്ടെന്ന് നോക്കിക്കാണാം. ചിത്തിനി എന്ന യക്ഷി ഒരു കെട്ടുകഥയല്ല, അത് സത്യമാണ്. അപ്പോൾ എലഞ്ഞിക്കാവിലേക്ക് ഇന്ന് രാത്രി എന്തായാലും പോയിരിക്കുമെന്ന് അലൻ ആൻ്റണിയുടെ ക്യാരക്ടർ പറയുന്നത് പോലെ ഈ സിനിമയിലൂടെ ഒന്ന് പോയി നോക്കണം. എത്രത്തോളം ഹൊറർ അനുഭവം ഉണ്ടെന്നും ഈസ്റ്റ് കോസ്റ്റ് വിജയം പറഞ്ഞ പോലെ നട്ടെല്ലിനെ ഇളക്കുന്നുണ്ടോ എന്നും സിനിമ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ ട്രെയിലറുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സിനിമയിൽ നമ്മളെ ഭയപ്പെടുത്താൻ മാത്രം എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ആക്ഷൻ രംഗങ്ങളും കാണുന്നുണ്ട്, അതുപോലെ പാട്ടുകളും ഉണ്ട്. അപ്പോൾ ഏതായാലും ഓഗസ്റ്റ് 2-ന് ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കാണുന്നുണ്ട്. ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്ക് ഇത് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഈ സിനിമ എത്രത്തോളം ആകാംക്ഷയും ഭയവും ഒക്കെ നൽകുമെന്ന് കണ്ടു തന്നെ അറിയാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.